വിതരണം ചെയ്യുന്ന ഒരു വൈദ്യുത കമ്പനി പോലെയാണ് ഇന്ന് KSE. എന്നാൽ ഈ ഉൽപ്പാദനത്തെ നമുക്ക് സ്വന്തമായി നേടിയെടുക്കുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായ ഒരു മാർഗമാണ് സോളാർ മേഖല. സോളാർ മേഖലയെ എന്തുകൊണ്ട് നാം അനുകൂലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹരിത ഊർജ്ജമാണ്. വെച്ചാൽ പ്രകൃതിക്ക് ഇണങ്ങിയതാണ്. പ്രകൃതിക്ക് ഒരു ദോഷവുമില്ലാതെ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് നാം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് സോളാർ. ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റും നിരവധിയായ സബ്സിഡികൾ നൽകുന്നു. ബാങ്കുകൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ലോകമാകമാനം ഹരിത ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യ ഗവൺമെൻറ് ഹരിത ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിൽ അങ്ങോളം സോളാർ വീടുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഒക്കെ മറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വെണ്ടർമാരും മറ്റ് നിർമ്മാണ ഉപഭോക്താക്കളും നിർമ്മാണ യൂണിറ്റുകളും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം. ആദ്യകാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്, നിങ്ങൾ സോളാർ വയ്ക്കുകയെന്ന്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചിറ്റമ്മ നയമാണ് ഇതിൽ. കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പവർ കട്ടോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ആളുകൾക്ക് വലിയ നഷ്ടമില്ലാതെ വൈദ്യുതി കൊടുക്കാൻ കഴിഞ്ഞതിൽ സോളാറിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ സോളാറിൻ്റെ മേഖലയിൽ നിന്നുള്ള പ്രവർത്തനം ഒരു വൻ ഘടകമായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. അതിനകത്ത് ഇപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, അത് ഒരു പരിധിവരെ വാസ്തവമാണെങ്കിലും വൈകുന്നേരത്തെ ഊർജ്ജം മീറ്റ് ചെയ്യാൻ സോളാറിന് കഴിയില്ല. അത് ശരിയാണ്. പക്ഷേ പകലുള്ള ഊർജ്ജം മീറ്റ് ചെയ്യാൻ ഇന്ന് KSE കഴിയുന്നുണ്ടോ? അതാണ് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. അത് കഴിയുന്നില്ല, അത് വാങ്ങുകയാണ്. ഇപ്പോൾ പകലുള്ള ഊർജ്ജം മീറ്റ് ചെയ്യാൻ ഈ സോളാറിന് കഴിയുമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. രാത്രിയിലുള്ള ഊർജ്ജത്തിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് സിസ്റ്റങ്ങൾ KSE തന്നെ നടത്തണം. അങ്ങനെ ഉപഭോക്താക്കൾക്ക് അനുകൂലമായ രീതിയിൽ നമുക്ക് ലഭ്യമായ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വൈദ്യുതി, എല്ലാവർക്കും അത്യാവശ്യമായ വൈദ്യുതിയെ കച്ചവടച്ചരക്കാക്കി അതിൻ്റെ ലാഭം കൊയ്യാൻ ചില മേലാളന്മാർ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായത് എന്നാണ് സാധാരണക്കാരനായ നമുക്ക് മനസ്സിലാക്കുന്നത്. ജനാധിപത്യ സംസ്കാരത്തിൽ സാധാരണക്കാരന് ലഭ്യമായ ഊർജ്ജം അവന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുവാൻ എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിൽ ഊർജ്ജം നൽകുകയാണ് ഒരു ഭരണകൂടം ചെയ്യുന്നത്. ആ ഭരണകൂടത്തിൻ്റെ പിൻബലമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് നിയമനിർമ്മാണ സ്ഥാപനങ്ങളും എല്ലാം ചെയ്യേണ്ടത് അതാണ്. അതിനെല്ലാം ഘടകവിരുദ്ധമായി ഒരു കൂട്ടം ആളുകൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ നിയമങ്ങളെ മാറ്റിമറിക്കുന്ന പുതിയ ഒരു നിയമമാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ നിയമത്തെ ശക്തിയുക്തം എതിർക്കണമെന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ഇന്നിവിടെ ഹിയറിംഗ് നടത്തുന്നതിന് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് എല്ലാവർക്കും അവിടെ പറയുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല, ഓപ്പൺ ഫോറം കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാൻ പോയിരുന്ന സമയത്താണ് അവർ കുറച്ച് പേരുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞത്. അതിൽ പോലും വെള്ളം ചേർത്തുകൊണ്ടുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ടാരിഫ് റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടാരിഫ് റെഗുലേറ്ററി കമ്മീഷൻ ജനാധിപത്യപരമായി ചിന്തിക്കണം. ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ, സാധാരണക്കാരന് പ്രാപ്യമായ രീതിയിൽ ഈ നിയമത്തെ മാറ്റിക്കൊണ്ടുവരണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നമുക്ക്.